نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സൂറത്തു സുമറിലെ 22-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത്. അത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറയുന്ന ആയത്താണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. അള്ളാഹു ഒരാളുടെ ഹൃദയത്തിന് തുറവി നൽകിയാൽ, വിശാലത നൽകിയാൽ, അയാൾക്ക് അള്ളാഹു വെളിച്ചം നൽകുന്നു, ഹിദായത്ത് നൽകുന്നു. ഹിദായത്ത് എന്ന് പറയുന്നത് വെളിച്ചമാണ്. ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു കൊടുക്കുന്ന ഒരു വെളിച്ചം. എന്നാൽ ഒരാളുടെ ഹൃദയത്തിന് അങ്ങനെ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് ലഭിക്കാത്ത, ഒരു തുറവി ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് കടുത്തുറച്ചു പോകും. ഹൃദയം കടുത്തുറച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു മാരകമായ അവസ്ഥയാണ്. അത് സംബന്ധിച്ച് സച്ചരിതരായ സലഫുകൾ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കണ്ടായി. അവര് വ്യക്തമായ വഴികേടിൽ അകപ്പെടുമെന്നുള്ളതാണ് അതിന്റെ അവസാനത്തെ ഫലം. ഈ കാര്യം വിശദീകരിച്ചതിന് ശേഷം 22-ാമത്തെ ആയത്തിന് ശേഷം 23-ാമത്തെ ആയത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു പറയുന്നത്, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. സഹോദരന്മാരെ, ഈ ആയത്തുകൾ വായിക്കാൻ, അത് വായിക്കുമ്പോ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്,
അള്ളാഹുവാണ് അഹ്സനുൽ ഹദീസ് അവതരിപ്പിച്ചത്. അഹ്സനുൽ ഹദീസ് എന്നുള്ള ഖുർആനിലെ പ്രയോഗം നിങ്ങളെങ്കിലും മനസ്സിലാക്കണം. പലരും ആ പ്രയോഗം തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. അഹ്സനുൽ ഹദീസ്, അഹ്സനുൽ കലാം, അഹ്സനുൽ ഖൗല് എന്നൊക്കെ പറഞ്ഞാൽ പറയപ്പെടുന്ന ഒരുപാട് വാക്കുകൾ, ഒരുപാട് വചനങ്ങൾ, ഒരുപാട് സംഭാഷണങ്ങൾ, അതിൽ നല്ലതേത്? അങ്ങനെ അർത്ഥത്തിലല്ല ഈ പറയുന്നത്. ഭാഷയിൽ അങ്ങനെ പ്രയോഗമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അഹ്സനുൽ ഖൗല് പിന്തുടരുന്നവരാണ്. അള്ളാഹു അഹ്സനുൽ ഹദീസ് ഇറക്കിയിട്ടുണ്ട്. അഹ്സനുൽ കലാം, കലാമുല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ വചനം അതാണ് ഏറ്റവും ഉദാത്തമായ വചനം. അതിനെ കവച്ചു വെക്കാൻ വേറൊരു വചനമല്ല. അപ്പൊ അഹ്സനുൽ ഹദീസ്, അഹ്സനുൽ കലാം, അഹ്സനുൽ ഖൗല് എന്നൊക്കെ പറയുന്നത് അള്ളാന്റെ വചനത്തെ കുറിച്ചാണ്. കലാമുല്ലാഹ് അൽ മുനസ്സലു അലാ നബിയിഹി നസല ബിഹി അർ-റൂഹുൽ അമീൻ അലാ ഖൽബിഹി ലിയകൂന മിനൽ മുൻസിരീൻ. അതാണ് യഥാർത്ഥത്തിൽ അഹ്സനുൽ ഹദീസ്, അള്ളാന്റെ കലാം. അള്ളാന്റെ കലാം മുനസ്സലാണ്, ഗൈർ മഖ്ലൂഖ്, മിൻഹു ബദഅ വഇലൈഹി യഊദ്. അള്ളാന്റെ വചനം സൃഷ്ടിയല്ല, അതിനെ സൃഷ്ടി എന്ന് പോലും പറയില്ല. അത് അള്ളാഹുവിന്റെ വചനമാണ്. വചനം അള്ളാഹുവിന്റെ സിഫത്താണ്. അത് അവനിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഈ വചനത്തെ അള്ളാഹു ഈ ഭൂലോകത്ത് ഇറക്കി തന്നു, ഇവിടെ നിലനിർത്തി തന്നു എന്നതാണ് മാനവരാശിയോട് അവൻ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അള്ളാഹ് ചെയ്തു തന്നിട്ടുള്ള മിന്നത്തിന് അതിന്റെ കണക്ക് പറയാൻ പറ്റില്ല. അത്ര അപാരമാണ്. അവൻ ചെയ്തു തന്നിട്ടുള്ള അപാരമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായത്, ഏറ്റവും ബൃഹത്തായത് അവൻ ഈ വചനം ഇറക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ വചനവുമായി ഇറങ്ങി. ആ വചനത്തെ ഈ ഭൂലോകത്തല്ല നിലനിർത്തി എന്നൊരു ഖൈറാണ് ഭൂലോകത്തുള്ളത്. അതിനെ കവച്ചു വെക്കാവുന്ന മറ്റൊരു ഖൈറ് വേറല്ല. മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നത്, ജീവിതത്തിന് ഒരു വെളിച്ചം വരുന്നത് ഈ വചനങ്ങളിലൂടെ പോകുമ്പോൾ മാത്രമാണ്. ഖുർആൻ, അള്ളാന്റെ വചനത്തിലൂടെ പോകുമ്പോൾ മാത്രമാണ്. ബാക്കിയെല്ലാം മൽഊനത്തുൻ വമൽഊനുൻ മാ ഫീഹ, ദുനിയാവ് തന്നെ അഭിശപ്തമാണ്, ശപിക്കപ്പെട്ടതാണ്. അതിലുള്ള എല്ലാറ്റിലും ആ ശാപമുണ്ട്. എത്ര ഏത് തരത്തിലുള്ള ദുനിയാവ്, ഏതെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം അതൊക്കെ കിട്ടിയാലും അത് മൽഊനത്താണ്. എന്നാൽ ആ ശാപം അത് തീണ്ടാത്ത ഖൈർ എന്ന് പറയുന്നത് ഇതാണ്. അതേ സമാധാനം നൽകൂ, അതേ തുമഅനീനത്ത് പ്രദാനം ചെയ്യൂ.
അള്ളാഹ് അഹ്സനുൽ ഹദീസ് ഇറക്കി. ആ അഹ്സനുൽ ഹദീസ് നമ്മളൊന്ന് നമ്മുടെ മുഴുവൻ ബോധേന്ദ്രിയങ്ങളും ഒന്ന് തുറന്നു വെച്ച്, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, ഖുർആൻ വായിക്കുമ്പോൾ അങ്ങനെ 5 ഇന്ദ്രിയങ്ങളുടെ പരിമിതിയൊന്നും വേണ്ട. അറിഞ്ഞതും അറിയാത്തതുമായ, നമ്മൾ എണ്ണി വരുന്നതും നമുക്കെണ്ണാൻ കഴിയാത്തതുമായ ഒരുപാട് അനുഭവങ്ങളെ നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാൻ അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ള ഒരുപാട് സംവേദനത്തിന്റെ കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളൊക്കെ നിങ്ങൾ തുറന്നു വെക്കൂ. എങ്കിൽ ഈ ഗ്രന്ഥത്തിലൂടെ, അള്ളാന്റെ വചനത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കിതാബൻ മുതശാബിഹൻ. അത് കിതാബ് മുതശാബിഹാണ്. അത് ഗ്രന്ഥാണ്. ഗ്രന്ഥാണെന്ന് പറഞ്ഞാൽ അത് തുക്തബു ബിൽ ഹുറൂഫ്, യുക്തബ് ബിൽ ഹുറൂഫ്, അത് ലിഖിതമാണ്, അക്ഷരങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെടാവുന്നതാണ്. ആ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഗ്രന്ഥം നിങ്ങൾ നോക്കിയാൽ മുതശാബിഹൻ, അത് മുതശാബിഹാണ്, ഒന്നിനോട് സദൃശമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ആദ്യവും മധ്യവും അന്ത്യവും, ആദി മധ്യാന്തം പരസ്പര പൊരുത്തത്തോടുകൂടി, യോജിപ്പോടുകൂടി, സദൃശമായി ഒരുപോലെ നിലനിൽക്കുന്ന കാര്യമാണ്. അതിലെവിടെയും വൈരുദ്ധ്യത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ല, വൈരുദ്ധ്യത്തിന്റെ ഒരു അംശം പോലുമില്ല. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് ഇറക്കി കൊടുക്കുന്നത് ഏതാണ്ട് 22 വർഷത്തിൽ പരം, 23 വർഷത്തോളം സമയമെടുത്തിട്ടാണ്. ഒരു വൺ ഷോട്ടിൽ കൊടുത്തതല്ല. പക്ഷേ ദീർഘമായ ഈ കാലയളവിൽ പലപ്പോഴായി ഇറങ്ങിയിട്ടുള്ള ഖുർആൻ, അത് വായിച്ചാൽ, അത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. ഇത് ഹക്കീമുൻ അലീമുമായ അള്ളാഹ്ക്ക് മാത്രം, അവന്റെ അടുക്കൽ നിന്നുള്ളതായതിനാൽ മാത്രമേ ഇതിങ്ങനെ ഇത്രയും പൊരുത്തത്തോടു കൂടി, അതിന്റെ ഓർഗാനിക് യൂണിറ്റി, അതൊരു വേറൊരു വിഷയം തന്നെയാണ്. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ഇവിടെ ഒന്ന് പറഞ്ഞു, വേറൊരിടത്ത് അതേ കാര്യത്തിൽ അതിന്റെ മറ്റൊരു തലത്തിൽ ആ കാര്യം അവിടെ പറയുന്നുണ്ടാവും. ഇവിടെ പറഞ്ഞ ഡയമെൻഷൻ വേറെ ഒന്നാണ്, കുറച്ചു കഴിഞ്ഞ് പറയുന്നിടത്ത് മറ്റൊരു ഡയമെൻഷനിലാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും തമ്മിലുള്ള ജൈവികമായ ആ പൊരുത്തം അത് അനിതരമാണ്, അത്ഭുതാവഹമാണ്. അതിനാൽ അവയെ നമുക്ക് ലഫ്ളൻ വമഅ്നൻ മുതശാബിഹൻ മുൻസജിമൻ, അതിന്റെ ലഫ്ളുകളിൽ, അതിന്റെ ആശയങ്ങളിൽ പരസ്പര സദൃശമായി, യോജിപ്പോടെ, പൊരുത്തത്തോടെ, വൈരുദ്ധ്യമൊട്ടുമില്ലാത്ത വചനങ്ങളായിട്ട് അവയെ നമുക്ക് കാണാൻ പറ്റും. അതാണ് മുതശാബിഹിന്റെ അർത്ഥം. എന്റെ തഫ്സീർ നമുക്ക് സാദി വായിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി കിട്ടും. ഇപ്പൊ മനസ്സിലാക്കാൻ പ്രാഥമികമായി ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞാണ്. മസാനിയ, അത് മസാനിയാണ്, ആവർത്തിക്കപ്പെടുന്നതാണ്. ശരിക്ക് സനാ യസ്നി, തെസ്നിയ എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, മുസന്ന എന്നൊക്കെ പഠിക്കുന്നുണ്ട്. മുഫ്രദ്, മുസന്ന, ജംഅ് അറബി ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് പുതുമുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ ബഷീർ ഉസ്താദിന്റെ അല്ലെങ്കിൽ വേറെയൊക്കെ ഉള്ള അറബി ക്ലാസ്സുകളിൽ അറബി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല. വാഹിദ് ഒറ്റയാണ്. ഇരട്ടിയാകുമ്പോ അതിന് മുസന്ന എന്നാ പറയാം. സന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം
അതിൽ 3 അക്ഷരം അസ്സാഉ സുമ്മൻ നൂനു സുമ്മൽ യാവു, ഇതാണ് അതിന്റെ ബേസിക് ലെറ്റേഴ്സ്. അതിനർത്ഥം വരെ വളച്ചു, ഫോൾഡ് ചെയ്തു എന്നാണ്. വളച്ചു വെക്കുക, ഫോൾഡ് ചെയ്യുക, കാല് വളച്ചു വെച്ചു. ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, സാനിയ ഉത്ഫിഹി ലിയുളില്ല അൻ സബീലില്ല. അവന്റെ ഇത്ഫ് വളക്കും എന്ന് പറഞ്ഞു. അതുപോലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നമ്മളോട് ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 7 തവണ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നമ്മൾ നമസ്കരിച്ച ആ ഇരുത്തം, അതിൽ നിന്ന് കാല് നമ്മൾ വളക്കണേന്റെ മുമ്പ് എന്നാണ്. അതിന് മാറ്റരുത്. ആ ഇരുന്ന ഇരിപ്പില് അവിടെ ഈ വാക്ക് ആ ഹദീസിൽ പ്രയോഗിച്ചു കാണും. അപ്പൊ ഒരു സംഗതി വളക്കുന്നതിനാണ്, ഫോൾഡ് ചെയ്യുന്നതിനാണ് സന യസ്നി. സന്ന എന്ന് പറയുമ്പോ ഫീഹിൽ മുബാലഗത്തു വത്തക്സീർ, അതിൽ മുബാലഗയുടെയും തക്സീറിന്റെയും അതിശയോക്തിയുടെ അത്യുക്തിയുടെ ഒരു ധ്വനി വരും. നന്നായി വളച്ചു. മുബാലഗയും തക്സീറും അല്ലാതെ അതിനെ മുത്താഴ്ത്തിയാക്കാനല്ല, കാരണം സന എന്നുള്ളത് തന്നെ മുത്താഴ്ത്തിയാണ്. അപ്പൊ അങ്ങനെ ഫോൾഡ് ആയിട്ട്, അഥവാ മടക്കി അഥവാ ആവർത്തിച്ച് അങ്ങനെ ഒരു പ്രത്യേക റിതത്തോടു കൂടിയ ഒരു പ്രത്യേക താളത്തിൽ അത് ആവർത്തിക്കപ്പെടുന്നു. ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ആ ആവർത്തനത്തിന് അതിന്റെ ഒരു താളമുണ്ട്. ഓരോ സ്ഥലത്തും ആവർത്തിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ഡയമെൻഷനിലല്ല, രണ്ടാമത്തെ ഒരു സ്ഥലത്ത് അത് പറയുന്നത് വേറൊരു ഡയമെൻഷനിലാണ്. ആദ്യത്തെ അനുഭവമല്ല നമുക്ക് രണ്ടാമത്തേത് വായിക്കുമ്പോൾ കിട്ടുന്നത്, അതിൽ കവിഞ്ഞ വേറൊരു തലത്തിലേക്ക് അത് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളുടെ അനുഭവം മറ്റൊന്നാണ്. എന്നാൽ ആദ്യത്തേത് വിടുന്നില്ല, അതതിലുണ്ട്. അതിൽ കവിഞ്ഞ ഒരു സിയാദത്തു മഅനൻ, ഒരാശയത്തിന്റെ വർധനവ് അതിലുണ്ടായിരിക്കും. ഒരു പുതിയ അനുഭവം അത് നമുക്ക് നൽകും. ഇങ്ങനെ മടക്കായിട്ട് മടക്കുകളിൽ ആശയങ്ങള് പുതിയ ആശയങ്ങളുടെ അനുഭവങ്ങളുടെ ഒരു തലത്തിലേക്ക്, ലോകത്തേക്ക് അത് നമ്മെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ താളാത്മകമായി ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളാണവ. അടരുകളാക്കി മടക്കി വെക്കപ്പെട്ടിരിക്കുകയാണത്. ഖുർആനിലുള്ള വചനങ്ങൾ, ഖുർആനികമായ സൂക്തികൾ, അത് അടരുകളായി മടക്കി വെക്കപ്പെട്ടവയാണ് എന്നാണ് മസാനി എന്നതിന്റെ അർത്ഥം. ആ വാക്ക് എവിടുന്ന് വന്നു എന്നുള്ള അതിന്റെ ഒറിജിൻ ഞാൻ പറഞ്ഞു തന്നു. ആ 3 അക്ഷരം നോട്ട് എഴുതുന്നവർക്ക് എഴുതാവുന്നേ ഉള്ളൂ. നൂന് യാ. സന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കി എന്നാണ്, ഫോൾഡ് ചെയ്തു. അതിൽ നിന്നാണ് മസാനി റഫാഇല് വസൻ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ മടക്കപ്പെട്ടിട്ടുള്ളതാണ്. മടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വചനങ്ങൾ വീണ്ടും മടക്കി പറയുന്നുണ്ട്, അഥവാ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ആ ആവർത്തനം തോന്നിയ പോലെ അല്ല, അതിൻ്റെതായ ഒരു താളമുണ്ട്. ഓരോ മടക്കിലും ഓരോ അടരിലും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ആദ്യത്തേതിനെ നിലനിർത്തുകയും പുതിയ കാര്യങ്ങൾ അതിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അത് മറ്റൊരു തലത്തിലും മറ്റൊരു ഡയമെൻഷനിലുമാണ്. അതിന് മറ്റൊരു മാനമുണ്ട്, മറ്റൊരു തലമുണ്ട്. അനുഭവങ്ങളുടെയും അറിവിന്റെയും അനുഭവങ്ങളുടെയും അനുഭൂതിയുടെയും പുതിയ തലങ്ങളിലൂടെ അത് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഖുർആൻ വായിക്കാൻ അങ്ങനെ വായിച്ചു നോക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഒരു സമയത്ത്
ഇതുപോലുള്ളത് വായിക്കുമ്പോ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ജീവിതത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. തെർക്കബുന്ന തബക്കന തബക്ക് എന്നും എല്ലാം ഒരേ മാതിരി നിൽക്കുന്നു കരുതണ്ട. അത് ഓരോ ഫേസസ് ആണ്, ഓരോ ഘട്ടങ്ങളാണ്. ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മാറും. അതിനനുസരിച്ച് നമ്മുടെ സംവേദനക്ഷമതകളിൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ സമീപന രീതികളെ അത് സ്വാധീനിക്കും. നമുക്ക് തന്നെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതാവും. ഒക്കെ സ്വാഭാവികമാണ്. അതൊക്കെ അള്ളാഹ് വെച്ച സുന്നത്താ. تقشعر منه جلود الذين يخشون ربهم. تقشعر منه. أحسن الحديث هذا كلام الله، هذا قرآن. هذا أحسن الحديث. അതാണ് അഹ്സനുൽ ഹദീസ്. അള്ളാഹ് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ തന്നെ ഏറ്റവും അഹ്സനാണ്. ഖുർആനിനെ പോലെ മറ്റൊന്നിനെ അള്ളാഹ് ഇറക്കിയിട്ടില്ല. വേറെ ഗ്രന്ഥങ്ങൾ അള്ളാഹ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. മാനവരാശിയിലേക്ക് നിരവധി ഗ്രന്ഥം അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഖുർആൻ ലാ മസീല ലഹു, അതിന് തുല്യമാകുന്ന മറ്റൊന്നില്ല. അത് അതുല്യമാണ്, അനിതരമാണ്, അസാധാരണമാണ്. തഖ്ശഇറു മിൻഹു. ആ അഹ്സനുൽ ഹദീസ് കാരണത്താൽ, ഹു എന്ന ലമീർ മടങ്ങുന്ന അഹ്സനുൽ ഹദീസിലേക്ക്, അതിനാൽ തഖ്ശഇറാർ എന്ന് പറഞ്ഞെങ്കിൽ രോമാഞ്ചമണിയുക എന്നുള്ളതാണ്. മലയാളത്തിൽ രോമാഞ്ചണിയ എന്ന് പറയും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ പദത്തിന്റെ റൂട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഗതി, രോമാഞ്ചം എന്ന മലയാള പദം ഫുള്ളായിട്ട് അതിനോട് ഫിറ്റ് ആവില്ല. കാരണം അറബിയിൽ ഇഫ്അലല്ല വസ്നാണ്, പിന്നെ റുബാളിയാണത്, സുലാസിയല്ല. അറബിയില് സുലാസിയായിട്ടുള്ള ട്രൈലേറ്ററൽ വെർബ്സ് ഉണ്ട്, 3 അക്ഷര ക്രിയകളുണ്ട്, അതാണ് അധികം. അറബിയിൽ തന്നെ റുബാളിയായ ക്രിയകളുണ്ട്, 4 അക്ഷര ക്രിയകളുണ്ട്, കുറവാണ്, പക്ഷെ ധാരാളമുണ്ട്. ആ 4 അക്ഷര ക്രിയകളിൽ റുബാളികളിൽ പെട്ടിട്ടുള്ള ഒരു ക്രിയയാണ് ഇഖ്ശഅറ. അത് അലാ വസ്നി ഇഫ്അലല്ല, യഫ്അലില്ലു, ഇഫ്ഇലാലൻ. ഇഖ്ശഅറ യഖ്ശഇറു ഇഖ്ശഇറാറൻ, അങ്ങനെ വരിക. ഇഖ്ശഅറ യഖ്ശഇറു ഇഖ്ശഇറാറൻ. ഞാൻ മലയാളത്തിൽ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ചൊല്ലിപ്പഠിപ്പിച്ചത് രോമാഞ്ചം കൊള്ളുക എന്നൊക്കെയാണ്. എന്താണ് ആ മഞ്ചൊന്നൊന്നും അല്ലാതെ നമുക്ക് പിടുത്തൊന്നുമില്ല. മലയാളത്തിൽ തന്നെ പറഞ്ഞു തന്നു. അത് അതേമാതിരി തന്നെ നമ്മളും പലപ്പോഴും ആവർത്തിക്കും, പലരോടും പറയും. പക്ഷെ അറബിയിൽ അതിന്റെ മാന നമ്മൾ പറഞ്ഞു നോക്കുക. ഇത് ഈ ഇഖ്ശഇറാർ എന്ന് പറയുന്ന മാന ലഹു ഇലാഖത്തു ബിൽ ഖൗഫി വൽ വജൽ ബിലാ ശക്ക്. ഖൗഫും വജലുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്, സംശയം വേണ്ട. ഇഖ്ശഇറാർ ഉണ്ടാകുന്നത്, അറബിയിൽ ഇഖ്ശഇറാർ ഉണ്ടാകുന്നത് അത് ഭയം, ഭീതി, ഒരാൾ പാനിക്കാകുന്ന സമയത്ത്, പേടിയോണ്ട് പാനിക്കാവുക എന്നറിയില്ല നമ്മൾ, ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടുന്ന, സ്കിന്നിൽ കാണുന്ന ഒരു മാറ്റാണത്. ചിലപ്പോ രോമങ്ങളൊക്കെ എടുത്തു പിടിച്ചു നിന്നു എന്ന് വരും. പക്ഷെ നമ്മൾ രോമാഞ്ചം എന്ന് പറയുമ്പോൾ പലപ്പോഴും മലയാളത്തിലെ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ അതൊരു കിളിപ്പാട്ടാണ്, കുട്ടികളുടെ ഭാഷയാണ്, നിങ്ങൾക്കറിയാലോ. അത് നിങ്ങളെ കൊണ്ടുപോവുക. ഒരു പക്ഷെ നിങ്ങൾ PDCക്കോ +2 പഠിച്ച കാലത്തേക്ക് നിങ്ങളത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകണ്ട. ആ ആശയത്തിന് ഇല്ല കേട്ടോ. മലയാളം പറഞ്ഞുണ്ടാകുമ്പോ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് പറയണത്. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഖ്ശഇറാറ്, ഇശ്മിഇസാസ്, ഇശ്മഅസ്സ, വശ്മഅസ്സ, അതൊരു തരത്തിലുള്ള ഇശ്മിഇസാസു
നമുക്ക് സഹിക്കാൻ പറ്റാത്ത പേടിയും ഒരു ഒരു ആ മാതിരി അതിനോടുള്ള നമ്മുടെ ഒരു റിപ്പൾഷനും പേടിയും കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തില് ഇഖ്ശിഅറാർ. അതിന് സമാനമായ ഒരു വാക്ക് മലയാളത്തിൽ പറയാൻ അത്രത്തോളം ഞാൻ ആലോചിച്ചു നോക്കിയിട്ടില്ല. പണ്ട് കേട്ട വാക്ക് രോമാഞ്ചം കൊള്ളലാണ്. അത് ഞാൻ പറഞ്ഞില്ല, അത് നമ്മളെ ഒരു പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്ലസ് ടുക്കോ ഒക്കെ കൊണ്ടുപോവാ ചെയ്യാം. അത് വേണ്ട, ആ ആശയം അല്ല അത്. മറിച്ച് ഈ ആശയം മുതഅല്ലിഖും ബിൽ ഖൗഫി വൽ വജൽ, ഭയവുമായിട്ടാണ് അതിന്റെ ബന്ധം. വിറയ, നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭയം, നമുക്കൊരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു റിപ്പൾഷൻ. ആ സമയത്ത് നമ്മുടെ തൊലിപ്പുറത്ത്, തൊലിയിൽ പോലും, നമ്മുടെ സ്കിന്നിൽ പോലും അത് അനുഭവപ്പെടുന്നു. അതാണ് ഇഖ്ശിഅറാർ. അത് വായിച്ചാൽ, ഖുർആനിൽ ശിക്ഷയെ സംബന്ധിച്ച് പറയണ ഭാഗങ്ങൾ വായിച്ചാൽ അത് നമ്മളെ ശരീരത്തിലെ ഓരോ കോശത്തെയും മറ്റൊരു കോശവുമായുള്ള ആ കോർഡിനേഷൻ നഷ്ടപ്പെടും. കോശങ്ങൾക്കിടയിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലേ, അതങ്ങ് നഷ്ടപ്പെടും. ചിലപ്പോ മോഹാലസ്യപ്പെട്ട് വീണു എന്ന് വരും. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ സീറ വായിക്കുമ്പോ കാണാം, അദ്ദേഹം ഒരിക്കല് നമസ്കരിക്കുകയാണ്. ആ സമയത്ത് വഅൻദർതുക്കും നാറൻ തലല്ലാ, ആ ആയത്തോതിയപ്പോ മെഹ്റാബിലൻ വീണുപോയി. അത് ഇഖ്ശിഅറാർ കൊണ്ടാണ്. അദ്ദേഹത്തിന് ആ കോർഡിനേഷൻ പോയി. അദ്ദേഹത്തിന്റെ ബോഡിയുടെ ആ കോർഡിനേഷൻ ഉണ്ടല്ലോ, അതാണ് പോയി. നിങ്ങള് വയലിലൊക്കെ ഉണ്ടാകുന്ന ഈ ചെറിയ പാമ്പിന്റെ രൂപത്തിലുള്ള നീർക്കോലി എന്നറിയില്ല, എന്നെ പിടിച്ച് കുട്ടികൾ കാണാൻ വാല് പിടിച്ചിട്ട് വലിക്കണം. എന്നിട്ട് ഒന്നിങ്ങനെ മിന്നിച്ചവിടെ ഇട്ടാൽ അത് അവിടെ ഇറങ്ങാതെ കിടക്കും. അതിന്റെ ബോഡിയുടെ ആ കോർഡിനേഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അതിന് പിന്നെ അനങ്ങാൻ കഴിയൂല. എന്ന മാതിരി ഈ ഖുർആന്റെ ആശയങ്ങൾ, ഖുർആനിൽ അള്ളാഹ് പറയുന്ന ഖൗഫ്, റജാ, രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വഴീദ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അഹ്കാമുകൾ, അഖ്ബാറുകൾ വേറെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഖുർആനിൽ മസാനിയ, അടരുകളായി, അടുക്കുകളായി മടക്കി മടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. അത് ഓരോന്നിലൂടെ ഒരിക്കൽ കിട്ടുമ്പോ അതിന്റെ പ്രാഥമികമായ തലം കിട്ടുന്നു. രണ്ടാമത്തെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അടുത്തൊരു അനുഭവത്തിലൂടെ, അടുത്തൊരു അനുഭൂതിയിലൂടെ, പുതിയൊരു ആശയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അങ്ങനെ അങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോ വഅദിനെ കുറിച്ച് വരുന്നത് പോലെ വഈദുകൾ കേൾക്കുമ്പോ, റജായിനെ പോലെ തന്നെ ഖൗഫുകൾ കേൾക്കുമ്പോ, ആ ഖൗഫും വജലും വഈദും, അങ്ങനെ ശിക്ഷയും ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥയും കേൾക്കുമ്പോ നമ്മുടെ ശരീരത്തിന്, നമുക്ക് ആ കോർഡിനേഷൻ നഷ്ടപ്പെടും. നമ്മുടെ തൊലിയിൽ അത് അനുഭവപ്പെടും. ഇഖ്ശിഅറാർ വരും. തഖ്ശഇറു മിൻ, ഇഖ്ശിഅറാർ അനുഭവപ്പെടും. ആർക്ക്? ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, അവരവരുടെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലിപ്പുറത്ത് ആ ഇഖ്ശിഅറാർ വരും. ഞങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, അറബിയില് ഇഖ്ശിഅറാർ എന്ന് പറഞ്ഞാൽ മുതഅല്ലിഖുൻ ബിൽ ഖൗഫ് വൽ വജൽ. അതാണ് ഭാഷന്റെ അസ്ൽ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. അള്ളാഹ് ഈ വയസ്സാം കാലത്ത് പണ്ടൊക്കെ നോക്കി വെച്ചതും കേട്ടതും ഒക്കെ ഇങ്ങനെ മനസ്സിക്ക് വരികയാണ്. പേടിയാണ്. യഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, തന്റെ റബ്ബിനെ, താങ്കളുടെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലിയില് ആ ഖൗഫിന്റെ അടയാളം വരും. ഇഖ്ശിഅറാറായിട്ട് തൊലിപ്പുറത്തത് കാണും. വഈദിന്റെ ആയത്തുകൾ വായിക്കുമ്പോൾ, അള്ളാഹിന്റെ അദാബിനെ കുറിച്ച്, നിഖ്മത്തിനെ കുറിച്ച് പറയുമ്പോ, ഇന്ന അദാബി ഹുവൽ അദാബുൽ അലീം എന്ന് വായിക്കുമ്പോ, വഅൻദർതുക്കും നാറൻ തലല്ലാ എന്ന് പറയുമ്പോ, അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരാൾ ആവിഷ്കരിക്കാനുണ്ടായിരുന്നു. طور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع
എന്ന് പറഞ്ഞിട്ട് അവസാനം ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഅ എന്ന് പറഞ്ഞപ്പോ ആൾ ഒന്ന് ശരീരം കുടഞ്ഞു. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ചില നേരത്ത് നമ്മളറിയാതെ ശരീരം ഒരു 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 ഞെട്ടലുണ്ടാവും നമുക്ക്. പിന്നെ അയാളെ ഞങ്ങൾ കണ്ടില്ല. അടുത്ത നേരം മുതൽ പള്ളിയിലെ ആളെ കാണാനില്ല. പിന്നെ നോക്കുമ്പോ അയാളെ വീട്ടില് ആളുകൾ കയറി ഇറങ്ങുന്നുണ്ട് രോഗിയെ സന്ദർശിക്കാൻ. ആ ഖുശ്വറാറിന്റെ ഒരു അവസ്ഥയാണത്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. സൂറത്ത് തൂറ്, സൂറത്തുൽ ഖമർ, അങ്ങനെ ഖുർആനില് ആദ്യകാലത്ത് റസൂലുള്ളാഹിക്ക് ഇറങ്ങിയത് അന്ന് ഞാൻ ആയിഷ ബീവി പറഞ്ഞല്ലോ, വഇന്നി ഇൻദഹാ ലജാരിയത്തുൻ തൽഅബ്. ഞാൻ ചെറിയ കുട്ടിയാണെന്ന്, കളിപ്പാട്ടമായിട്ട് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കാല. അക്കാലത്ത് റസൂലുള്ളാഹിക്ക് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ ചെറിയ ചെറിയ വചനങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളാണ്. അത് തുളച്ചിറങ്ങും. ഒരു സ്റ്റെൽത്തും അത്ര പവർഫുൾ അല്ല. അന്നിറങ്ങിയ ആയത്തിന് ആയിഷ ബീവി ഉദാഹരണം പറഞ്ഞു, വലിസ്സാഅത്തു മൗഇദുഹും വസ്സാഅത്തു അദ്ഹാ വഅമർ. അങ്ങനെയുള്ള ആയത്ത് കേട്ടാൽ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. റബ്ബിനെ ഭയപ്പെടുന്ന, അവിടെ ഖൗഫല്ല പറഞ്ഞത് ഖശിയത്താണ്. ശ്രദ്ധിച്ചോ. ബൈനഹുമാ ഫർഖുൻ ദഖീഖ്. മനസ്സിലാക്കിയവൻ, അറിഞ്ഞോൻ, അള്ളാഹിനെ അറിഞ്ഞോൻ, അള്ളാഹിന്റെ ശിക്ഷ അറിഞ്ഞോൻ, അള്ളാഹിന്റെ നിഖ്മത്ത് അറിഞ്ഞോൻ, അള്ളാഹിന്റെ കോപം അറിഞ്ഞവൻ, അള്ളാഹിന്റെ സുഖ്ത്ത് അറിഞ്ഞവൻ, അള്ളാഹിന്റെ വഴീദ് അറിഞ്ഞവൻ, നരകത്തിന്റെ ഭയാനത അറിഞ്ഞവൻ, ഖിയാമത്ത് നാളിന്റെ അഹ്വാൽ അറിഞ്ഞവൻ, അത്തരക്കാരായ ആളുകൾ അവർക്ക് ആ ഇഖ്ശിറാർ, അതിന്റെ പ്രതികരണം അവരുടെ ശരീരത്തിന്റെ ഏറ്റവും ഔട്ടർ ലെയറിലേക്ക് വരെ വരും. തൊലികളിൽ വരെ അത് പ്രകടമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശിക്ഷയെക്കുറിച്ച് എവിടെ പറഞ്ഞോ, എവിടെ വഴീത് വന്നോ, തൊട്ടുടൻ അവന്റെ വഴുതുണ്ടാകും. അതാണ് വഹുവല്ലാഹിർ വഹുവസ്സാബിഖ് ഇന്ന റഹ്മതി സബഖത് ഗളബി. ഇന്ന റഹ്മതി സബഖത് ഗളബി. അതിലാണ് നമ്മുടെ പ്രതീക്ഷ. ആ റജാഇന്റെ വചനങ്ങളിലേക്ക് വരുമ്പോ, ഖൗഫിന്റെ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെയാണ്. ആ ഖൗഫിന്റെ വചനങ്ങൾ വിട്ട്, അദാബിന്റെ വചനങ്ങൾ വിട്ട്, നിഖ്മത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വിട്ട്, വഴീദുകൾ വിട്ട്, അവസാനം റജായിലേക്ക് പോകുമ്പോ, റഹ്മത്തിലേക്ക് പോകുമ്പോ, അവന്റെ നഈമിലേക്ക് പോകുമ്പോ, ആ പ്രതീക്ഷയുടെ ഇളങ്കാറ്റ് നമ്മെ തൊടാൻ തുടങ്ങുമ്പോ, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അതുണ്ടല്ലോ, നല്ല പെരും ചൂട്. ഇവിടെ ഇപ്പൊ 53 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു. ആ നേരത്തെ നേരെ നന്നായിട്ട് AC ഇട്ട് വെച്ച റൂമിലേക്ക് കയറി വരുമ്പോണ്ട് ചെറിയൊരു ഉദാഹരണം പറയാണ്. നമ്മളാകെ വേറെ എന്തൊക്കെ ഇറങ്ങിപ്പോന്നു, എന്തൊക്കെയോ ഒരു അവസ്ഥ വരും. എന്നതുപോലെ ഈ ഖൗഫിന്റെ, ഈ നിഖ്മത്തിന്റെ, ഈ അദാബിന്റെ, ഈ വഴീദിന്റെ വചനങ്ങളിൽ നിന്ന് തൊട്ടുടനെ അള്ളാഹു വഅദിന്റെ, വാഗ്ദാനങ്ങളുടെ, റഹ്മത്തിന്റെ, ജന്നത്തിന്റെ, അഹ്ലുൽ ജന്നയുടെ സിഫാത്തുകള്, അവർക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങള്, നഈമുകള്, അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അവരുടെ ജുലൂദുകളും അവരുടെ ഹൃദയങ്ങളും തെലീൻ, പിന്നെ അങ്ങനെ വഴങ്ങി, അതങ്ങ് നേർത്ത് പോയി, അതണ്ട് ലയ്യനായി പോയി. അതിന് വേറൊരു തരം ആർദ്രത കൈവന്നു. അതൊരു വല്ലാത്ത താഴ്മയുടെ, വിനയത്തിന്റെ, വഴക്കത്തിന്റെ ഒരു ആർദ്രഭാവം പൂണ്ടു എന്ന് നമുക്ക് പറയാം. അവന്റെ ജുലൂദുകളും, ഏറ്റവും ശരീരത്തിന്റെ ഏറ്റവും ഔട്ടർ ലെയറിലുള്ള തൊലികൾ തൊട്ട്, വഖുലൂബുഹും, അതിന്റെ ഇന്നർമോസ്റ്റ് ഭാഗമായിട്ടുള്ള ഹൃദയങ്ങളും, അത് അള്ളാഹ്ക്കുള്ള വണക്കത്തിന്റെയും താഴ്മയുടെയും വിനയത്തിന്റെയും ആർദ്രഭാവം അത് കൈക്കൊള്ളുന്നു. ഇലാ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അവൻ ഓർക്കുന്നു, അവന്റെ റഹ്മത്ത് ഓർക്കുന്നു.
അവൻ പറഞ്ഞിട്ടുള്ള വാഴ്ദിന്റെ വാചകങ്ങൾ ഓർക്കുന്നു. അവന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പഠിക്കുന്നു. അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന അതിമഹത്തായ സ്വർഗീയമായ ലോകങ്ങളെ കുറിച്ച് ഓർക്കുന്നു. അവിടെ മുത്തഖീങ്ങളായ ആളുകൾക്ക് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്നു. അവനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും തോറും അവന്റെ റഹ്മത്ത് അവസാനം അതാ വിജയിക്കുക. ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി ذلك هدى الله ذلك هدى الله. ആ അവസ്ഥയ്ക്ക് ഒരാൾക്ക് എത്താൻ കഴിയാന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹ് അഹ്മദു, അത് നമ്മൾ ചോദിക്കുന്നത് അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എത്തിയോൽ അതിൽ തുടരുക, അത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമാണ്. എത്തിയോലും തുടർന്നോളും അതിൽ അവസാനിക്കുക, അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിന് അള്ളാഹ് എന്നെ മനസ്സിൽ വെളിച്ചം കത്തിച്ചു വെക്കണം. അള്ളാഹ് നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവന്ന് നിക്ഷേപിക്കണം. അത് അള്ളാഹിന്റെ വെളിച്ചാണ്, അള്ളാഹിന്റെ ഹുദയാണ്. ഈമാനും കഴിഞ്ഞ് പിന്നീട് അള്ളാഹ് നമുക്ക് തരുന്നൊരു കാര്യമാണത്. അത് അള്ളാഹുവിന്റെ ദാനമാണ്. ذلك هدى الله. അത് അള്ളാഹുവിന്റെ ഹുദയാണ്. യഹ്ദീ ബിഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് അവൻ ചേർക്കുന്നു. ആ വെളിച്ചം അവൻ ഇട്ടുകൊടുത്തിട്ട് അവനിലേക്ക് അള്ളാഹുവിലേക്ക് പോരാനുള്ള വെളിച്ചം കൊടുക്കുകയാണ്. ആ വെളിച്ചമായിട്ട് അള്ളാഹുവിലേക്ക് വേഗത്താം. ومن خاف أدلج ومن أدلج بلغ المنزل ألا إن سلعة الله غالية ألا وهي الجنة. ഇവിടെ നമ്മളെ പ്രയാണം മിനൽ ഖൗഫ്. ഈ ആയത്തിന്റെ ആശയങ്ങളുടെ ഒരു കോർവ എത്ര മനോഹരാണെന്ന് അറിയാം. നിങ്ങൾ ആലോചിക്കണ്ടോന്ന് എനിക്കറിയില്ല. ആയത്ത് വായിച്ചു പോയാൽ നമ്മളവിടെ മുട്ടുത്തി നിന്ന് പോകും. വമൻ ഖാഫ അദ്ലജ്. റസൂലുള്ളാഹി പറഞ്ഞു, ആ ഖൗഫ് മനസ്സിൽ കയറിയാൽ അദ്ലജ്, അവൻ വേഗത്തിൽ പോകും. അങ്ങനെ വേഗത്തിൽ വേഗത്തിൽ അവന്റെ സഞ്ചാരം വേഗാക്കിയാൽ ബലഗൽ മൻസിൽ, അവന്റെ ഭവനത്തിലെത്തും. ഒരുക്കി വെച്ചൊരു സീറ്റ് നമുക്കുണ്ട് അവിടെ. എവിടെയാണ്? ഖൈറിലാകട്ടെ, സ്വർഗത്തിലാവട്ടെ, അവിടത്തേക്ക് എത്തും. വേഗത്തിൽ ഓടിക്കോ. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള ആ ചരക്ക് ചീപ്പാന്ന് കരുതണ്ട. അത് ഏറ്റവും വില പിടിച്ച ചരക്കാണ്. അലാ വഹിയൽ ജന്ന. അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ചരക്കിന്റെ പേര് ജന്നത്ത്, സ്വർഗം. അപ്പോ വഴീതുകൾ കേൾക്കുമ്പോ, അള്ളാന്റെ ശിക്ഷ കേൾക്കുമ്പോ, ഭയപ്പാടുകൾ കേൾക്കുമ്പോ ഇഖ്ശിഅറാറുണ്ടാകുന്നു. അഹ്സനുൽ ഹദീസ്, ഈ ഖുർആൻ നമ്മൾ കയ്യിൽ പിടിക്കുന്നു, അതിലെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിതാബാണ്. അത് അക്ഷരങ്ങളുണ്ട്, അതിന് ശബ്ദമുണ്ട്, അതിന്റെ ആദിമധ്യാന്ത പൊരുത്തമുള്ള വചനങ്ങളാണ്. എവിടെയും ഒരു വൈരുദ്ധ്യമില്ല, എവിടെയും ഒരു പൊരുത്തക്കേടില്ല. അതിന്റെ ആ ജൈവികമായ പൊരുത്തം വളരെ അത്ഭുതകരമാണ്. അതിലെ വചനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവ അടരുകളായി അടുക്കി വച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഒരു വളവിൽ ഒരു കാര്യം നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആശയങ്ങളുടെ, അറിവിന്റെ, അനുഭവങ്ങളുടെ, അനുഭൂതികളുടെ തലങ്ങളൊന്ന് വേറെയാണ്. രണ്ടാമത്തെ മടക്കിലെത്തുമ്പോ, രണ്ടാമത്തെ അടരുകളിൽ എത്തുമ്പോൾ, രണ്ടാമത്തെ ആവർത്തനം നമ്മൾ നടത്തുമ്പോ ആ ആദ്യത്തേത് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലേക്ക് വേറെ പുതിയ കുറെ അറിവുകൾ, അനുഭവങ്ങൾ, അനുഭൂതികൾ നമുക്ക് അള്ളാഹു നൽകുകയാണ്. അങ്ങനെ 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 പോവുകയാണ് ഖുർആൻ. അത് വായിക്കുമ്പോ, ഈ വഴീദിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ തഖ്ശഅറു മിൻ ജുലൂദില്ലദീന യഖ്ശൗന റബ്ബഹും. അള്ളാഹിനെ അറിഞ്ഞവർക്ക് പിന്നെ ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്വഹാബി വര്യനുണ്ടായ അനുഭവം.
ഒരു മരുപസ്കരിച്ച പിന്നെ മൂപ്പർ രോഗിയായി കിടന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് മെഹ്റാബിൽ തന്നെ വീണുപോയി. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് നിസ്കരിക്കാൻ നിന്ന കാര്യം, റസൂലുള്ളാന്റെ പത്നിമാരിൽപ്പെട്ട നമ്മുടെ ഉമ്മമാരിൽപ്പെട്ട ചിലര് റസൂലുള്ളാനോട് അവസാന കാലത്ത് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് വേണ്ട നബി, മൂപ്പര് വളരെ ലോലഹൃദയനാണ്, നിന്ന കരയും. വേറെ കെണിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മൈൻഡ് ചെയ്തില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഉമറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, ഉമറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്. അത്തരം വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇഖ്ശിറാർ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എവിടെ എവിടെ അള്ളാന്റെ ഒരു ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, അവിടെ അള്ളാന്റെ ഒരു രക്ഷയെക്കുറിച്ച് സംസാരിക്കും. അള്ളാന്റെ നിഖമത്തിനെ കുറിച്ച് പറഞ്ഞോ, നിഅമത്തിനെ കുറിച്ച് പറയും. നരകത്തെക്കുറിച്ച് പറഞ്ഞോ, സ്വർഗത്തെക്കുറിച്ച് പറയും. അളവ് സുഖത്തിനെ കുറിച്ച് പറഞ്ഞോ, അള്ളാന്റെ റഹ്മത്തും മഹബത്തും പറയും. ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. രണ്ടും കണ്ടോ, ഒറ്റ ബഞ്ചിലാ വരിക. ഒന്നിങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി പോവുകയാണ്. ആ റഹ്മത്തിന്റെ ആയത്തുകളിലേക്ക്, വഅദിന്റെ ആയത്തുകളിലേക്ക് പോകുമ്പോ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല, അടിമുടി ത്വക്ക് മുതൽ ഹൃദയത്തിന്റെ ഉള്ള് വരെ അവനെ അത് പിടികൂടുന്നു, അവനെ അത് ഗ്രസിക്കുന്നു. അതിന് താഴ്മയുടെയും അടക്കത്തിന്റെയും ഒരു ആർദ്രഭാവം കൈവരുന്നു. അതാണ് തലീനു, ലാനയലീനു, ലയ്യനായി തീരുന്നു. ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല ദാലിക ഹുദല്ലാഹി പറഞ്ഞത്. ആ അവസ്ഥ ഒരാൾക്ക് വരുന്നത് അള്ളാന്റെ ഹുദ കൊണ്ടാണ്. അതൊരു വെളിച്ചാണ്, ഹൃദയത്തിൽ നിക്ഷേപിച്ചു കൊടുക്കുന്നതാണ്. യഹ്ദീ ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ ഹുദായത്ത് കൊടുക്കുന്നു. വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ഒരുത്തനെ അള്ളാഹ് അതിൽ നിന്നാണ് തെറ്റിച്ചാൽ പിന്നെ ആ വെളിച്ചത്തിലേക്ക് ഒരാൾക്കും അവനെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, നമ്മള് വളരെ സൂക്ഷിക്കണം. നൂൽപാലത്തിലൂടെയുള്ള നടത്താണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാ വീഴൂ. ഇതിന്റെ തഫ്സീർ കുറച്ച് നീണ്ടതുമാണ്. അടുത്ത ആഴ്ച നമുക്ക് തഫ്സീർ മാത്രം വായിക്കാം ഇൻഷാ അല്ലാഹ്. കൂടുതൽ അപ്പുറത്തേക്കൊന്നും പറയാനും പോകാനും കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യ ഖൈറാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.